We are discussing chapter number 2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലോകത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ കോമ്പണൻസ്, നമ്മൾ മൈക്രോ പ്രോസസ്സർ, പെരിഫറൽ ഡിവൈസസ്, പോർട്ടുകൾ അല്ലേ, ഇൻപുട്ട് ഡിവൈസസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് മെമ്മറി ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്, കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഡിവൈസസ് ആർ ഡിവൈസസ് ദാറ്റ് പ്രിൻറ്റ് ഓർ ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഫ്രം എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് രണ്ട് രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഒന്നുമില്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ഡിസ്പ്ലേ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ സ്പീക്കറൊക്കെ പോലെയുള്ള പിന്നെ സൗണ്ടായിട്ട് ജനറേറ്റ് ചെയ്യും. സോ ഇതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിസ്പ്ലേ ആണ്, ഡിസ്പ്ലേ യൂണിറ്റ്സ്. ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ മോണിറ്റർ അഥവാ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മോണിറ്റർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് വീഡിയോ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ദാറ്റ് വിഷ്വലി കൺവേസ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ആൻഡ് വീഡിയോ ഇൻഫർമേഷൻ അല്ലേ. ഒരു വീഡിയോ അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ദാറ്റ് വിഷ്വലി കൺവേസ്, അത് വിഷ്വലായിട്ട് കാണിക്കുന്നു എന്തൊക്കെ, ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ആൻഡ് വീഡിയോ ഇൻഫർമേഷൻ. ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, വീഡിയോ ഇൻഫർമേഷനൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നു. നമുക്ക് പല ടൈപ്പ് വീഡിയോസ് ഉണ്ട്, മോണിറ്ററുകളുണ്ട്. അതിൽ ഓരോന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒന്ന്, വീഡിയോൻ്റെ പ്രധാനപ്പെട്ട ചില സ്വഭാവങ്ങളുണ്ട്. സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വീഡിയോ ആർ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വീഡിയോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് മോണിറ്ററിൻ്റെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മോണിറ്ററിൻ്റെ സൈസ് അല്ലേ, 17 ഇഞ്ച്, 21 ഇഞ്ച് മോണിറ്റർ, അങ്ങനെ 20 ഇഞ്ച് മോണിറ്റർ, 18 ഇഞ്ച് മോണിറ്ററൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. റെസല്യൂഷൻ മറ്റൊന്നാണ്. റെസല്യൂഷൻ റെസല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ക്ലാരിറ്റി കൂടും അല്ലേ. ദെൻ പിക്സൽ പിച്ച് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പിക്സൽ പിച്ച് എന്താണെന്ന് പറയാം. അതുപോലെ മറ്റൊന്നാണ് റെസ്പോൺസ് ടൈം. ഇപ്പോൾ ഒരു മോണിറ്ററിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഒന്ന് അതിൻ്റെ സൈസ്, മറ്റൊന്ന് അതിൻ്റെ റെസല്യൂഷൻ, മറ്റൊന്ന് പിക്സൽ പിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ദെൻ ദർ ഈസ് റെസ്പോൺസ് ടൈം. ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് സൈസ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. 17 ഇഞ്ച് മോണിറ്റർ അല്ലെങ്കിൽ 18 ഇഞ്ച്. ഇപ്പോൾ ഒരു മോണിറ്ററിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മോണിറ്റർ എങ്കിൽ അതിൻ്റെ 17 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ഡയഗണലായിട്ട് ഇങ്ങോട്ടുള്ള ദൂരത്തിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ 18 ഇഞ്ച് മോണിറ്റർ അല്ലെങ്കിൽ 17 ഇഞ്ച് മോണിറ്റർ അല്ലെങ്കിൽ 21 ഇഞ്ച് മോണിറ്റർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഡയഗണലായിട്ടുള്ള ഈ ഡിസ്റ്റൻസ്, അതായത് മോണിറ്റർ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ മോണിറ്റർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കാണുന്ന മോണിറ്റർ ആണെങ്കിൽ ഇവിടെ മുതൽ ഇങ്ങനെ ഇതുവരെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള, അപ്പോൾ ഇതാ ഒരു മോണിറ്റർ ആണെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡയഗണൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ദ സൈസ് ഓഫ് എ മോണിറ്റർ ഈസ് മെഷേർഡ് ഡയഗണലി അക്രോസ് ദ സ്ക്രീൻ ഇൻ ഇഞ്ചസ്. ഒരു മോണിറ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഡയഗണലായിട്ട്, അതായത് ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയുള്ള ദൂരം 18 ഇഞ്ച് ആണെങ്കിൽ 18 ഇഞ്ച്, 17 ഇഞ്ച് മോണിറ്ററാണ് 17 ഇഞ്ച് എന്നിങ്ങനെ കാണിക്കും. ഓക്കെ, സോ അതാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് റെസല്യൂഷൻ. എന്താണ് റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ദ റെസല്യൂഷൻ ഓഫ് എ മോണിറ്റർ ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് പിക്സൽസ് ഇറ്റ് ക്യാൻ ഡിസ്പ്ലേ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ഒരു മോണിറ്റർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു മോണിറ്ററാണെന്ന് വിചാരിക്കുക. ഉദാഹരണമായിട്ട് ഇതൊരു മോണിറ്റർ ആണെങ്കിൽ ഈ മോണിറ്ററിൻ്റെ കുറേ പിക്സൽസ് ഉണ്ട്. പിക്സൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചേ, ഇതാ ഇങ്ങനെ നമുക്ക് ഈ മോണിറ്ററെ നമുക്ക് ഇങ്ങനെ കുറേ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, അതുപോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. വളരെ അടുത്തടുത്ത് വേണേൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ വളരെ മൈന്യൂട്ടായിരിക്കും, ഇത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഈ കാണുന്ന ഈ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിക്സൽ എന്ന് പറയുന്നത്. ഈ ചതുരത്തെയാണ് പിക്സൽ എന്ന് പറയുന്നത്. ഇങ്ങനെ കമ്പ്യൂട്ടറിനകത്ത് കുറേ പിക്സൽസ് ഉണ്ട്. ഈ പിക്സലിൻ്റെ സൈസ് കുറയും തോറും ഈ പിക്സൽസിൻ്റെ എണ്ണം കൂടും അല്ലേ. ഈ പിക്സൽസിൻ്റെ സൈസ് കുറയും തോറും ഈ പിക്സൽസിൻ്റെ എണ്ണം കൂടും. ഈ പിക്സൽസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പിക്സൽസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ റെസല്യൂഷൻ എന്ന് പറയുന്നത്. റെസല്യൂഷൻ പറയുന്നത് 800 × 600 റെസല്യൂഷൻ ഉണ്ടാവും. അതായത് ഈ ഡയറക്ഷനിൽ 800 പിക്സൽസും ഈ ഡയറക്ഷനിൽ 600 പിക്സൽസും ഉണ്ടാവും. തന്നെയാണ് നമ്മൾ 800 × 600 റെസല്യൂഷൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് 1024 × 768. അതായത് ഈ ഡയറക്ഷനിൽ
ഈ 1024 പിക്സലും ഈ ഡയറക്ഷനിൽ എത്ര ഉണ്ടാവും? 768 പിക്സലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പിക്സലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ കൂടും. റെസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ക്ലാരിറ്റി കൂടും. ഓക്കെ, നൗ അല്ലെങ്കിൽ 1600 to 1200 പിക്സൽ റെസൊല്യൂഷനൊക്കെ ഉണ്ടാവും. വ്യത്യസ്തമായിട്ടുള്ള റെസൊല്യൂഷൻ ഉണ്ടാവും. പുതിയ മോണിറ്ററുകൾക്ക് ഇതിലേറെയും റെസൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്? റെസൊല്യൂഷൻ. ഇപ്പോൾ സൈസ് നമ്മൾ പറഞ്ഞു, റെസൊല്യൂഷൻ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിക്സൽ പിച്ച്, അല്ലെങ്കിൽ മറ്റൊരു പേര് ദ പിക്സൽ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഓൺ ദ സ്ക്രീൻ ഈസ് കോൾഡ് ഡോട്ട് പിച്ച്. പിക്സൽ പിച്ച് അല്ലെങ്കിൽ ഡോട്ട് പിച്ച് എന്ന് പറയുന്നത് ഈ 2 പിക്സലുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഇല്ലേ, അത് കുറയും തോറും 2 പിക്സലുകൾ, ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ 2 പിക്സലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും തോറും ഇതിൻ്റെ ക്ലാരിറ്റി കൂടും. അടുത്തടുത്ത് പിക്സൽസ് അടുത്തടുത്ത് വരണം. അതിനെയാണെന്ന് പറയുന്നത് പിക്സൽ പിക്സ് എന്ന് പറയുന്നത്, ഡോട്ട് പിച്ച് എന്ന് പറയുന്നത്. ദ പിക്സൽ സ്പേസിംഗ് ഓൺ ദ സ്ക്രീൻ ഈസ് കാൾഡ് ഡോട്ട് പിച്ച്. അത് കുറയണം. അത് കുറയുമ്പോൾ ക്ലാരിറ്റി കൂടും. അതുപോലെ മറ്റൊരു സംഭവമാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പിക്സല്, ഇപ്പോൾ ഈ പിക്സല് ബ്ലാക്ക് കളറാണെന്ന് വിചാരിക്കുക. സാധാരണ മോണിറ്ററിലെ ഒരു പിക്സൽ ബ്ലാക്ക് കളറാണല്ലോ, കളറൊന്നും ഓണാക്കാത്തപ്പോൾ. അത് ഫുള്ളി വൈറ്റ് കളറായിട്ട് മാക്സിമം കളർ വന്നിട്ട് അത് പിന്നെ വീണ്ടും ബ്ലാക്ക് കളറായിട്ട് മാറുന്ന, തിരിച്ചു പോകുന്ന, അതായത് ഒരു പിക്സൽ ഇങ്ങനെ പ്രകാശം ഫുൾ വൈറ്റ് കളറിൽ വന്നിട്ട് തിരിച്ച് വീണ്ടും ബ്ലാക്ക് കളറിലേക്ക് തിരിച്ചു പോകുന്ന ആ ടൈമിനെയാണ് നമ്മളെന്ത് പറയുക? റെസ്പോൺസ് ടൈം എന്ന് പറയും. ആ റെസ്പോൺസ് ടൈം വളരെ പെട്ടെന്നാണെങ്കിൽ, വളരെ പെട്ടെന്നുള്ള റെസ്പോൺസ് ടൈം ആണെങ്കിൽ ക്ലാരിറ്റി നല്ല ഉണ്ടാവും. അപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഒരു ബ്ലറിങ് ഒന്നും ഇല്ലാതെ നല്ല ക്ലാരിറ്റിയിൽ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മളെന്ത് പറയുക? റെസ്പോൺസ് ടൈം എന്ന് പറയുക. റെസ്പോൺസ് ടൈം റെഫേഴ്സ് ടു ദ ടൈം ടേക്കൺ ഫോർ എ പിക്സൽ ടു ടേൺ ഫ്രം സ്റ്റേറ്റ് ഓഫ് ബ്രൈറ്റ്നെസ് ടു ദ സ്റ്റേറ്റ് ഓഫ് ഡാർക്ക്നെസ്, ദെൻ ബാക്ക് അഗെയിൻ. ഒരു പിക്സല് ബ്ലാക്ക് കളറിൽ നിന്നും വൈറ്റ് കളറിൽ നിന്നും തിരിച്ച് ബ്ലാക്ക് കളർ ആവാൻ എടുക്കുന്ന സമയം, ആ സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? പിന്നെ റെസ്പോൺസ് ടൈം. ലെസ്സർ റെസ്പോൺസ് ടൈം പ്രൊവൈഡ് ബെറ്റർ എക്സ്പീരിയൻസ്. ചെറിയ റെസ്പോൺസ്, വളരെ പെട്ടെന്ന്, ലെസ്സർ റെസ്പോൺസ് ടൈം, അതായത് വളരെ പെട്ടെന്ന് അത് ചെറിയ സമയം കൊണ്ട് ഈ റെസ്പോൺസ് ടൈം കിട്ടുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പം ഒരു മോണിറ്ററിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്ന് അതിൻ്റെ സൈസ്, അതിൻ്റെ വലുപ്പം അല്ലേ, അത് അതിൻ്റെ ഡയഗണൽ ഡിസ്റ്റൻസ് ആണ്. റെസൊല്യൂഷൻ, അതിനകത്തുള്ള ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ നമ്പർ ഓഫ് പിക്സൽസ്, അത് കൂടുന്നതിനനുസരിച്ച് ക്ലാരിറ്റി കൂടും. പിക്സൽ പിച്ച് കുറയുന്നതനുസരിച്ച് ക്ലാരിറ്റി കൂടും. അതുപോലെ റെസ്പോൺസ് ടൈം കുറയണം, ചെറിയ സമയത്തിനകം റെസ്പോൺസ് കിട്ടണം. അതായത് ഒരു ബ്ലാക്ക് പിക്സൽ വൈറ്റ് പിക്സലായി തിരിച്ച് ബ്ലാക്ക് പിക്സലായി എടുക്കുന്ന ഏറ്റവും മിനിമം സമയത്തിനാണ് അതിൻ്റെ റെസ്പോൺസ് ടൈം. അത് കുറയുന്നതിനനുസരിച്ച് ക്ലാരിറ്റി കൂടും. ഓക്കെ, നൗ ഇനി നമ്മൾ ഓരോ മോണിറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. പല ടൈപ്പ് വീഡിയോ ഉണ്ട്, പല ടൈപ്പ് മോണിറ്ററുകളുണ്ട്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകൾ പല ടൈപ്പുകളുണ്ട്. അങ്ങനെ ഓരോന്നിനെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പഴയ കാലത്തെ മോണിറ്ററാണ് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്, CRT മോണിറ്റർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള മോണിറ്റർ. ഈ പഴയ ബാക്കിലോട്ട് കുറച്ച് തള്ളി നിൽക്കുന്ന, ഇങ്ങോട്ട് ബാക്കിലോട്ട് കുറച്ച് തള്ളി നിൽക്കുന്ന, വെക്കാൻ കുറേ സ്ഥലം ആവശ്യമുള്ള ഈ മോണിറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാഥോഡ് റേ ട്യൂബ്. ഇങ്ങനെ ബാക്കിലേക്ക് കുറേ തള്ളി നിൽക്കുന്ന പഴയ TV ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, TVയുടെ സ്ക്രീനൊക്കെ. ഇങ്ങനെയുള്ള സ്ക്രീനിനെ ഇങ്ങനെ ബാക്കോട്ട് തള്ളി നിൽക്കുന്ന ഇങ്ങനെയുള്ള മോണിറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാഥോഡ് റേ ട്യൂബ് എന്ന് വിളിക്കുന്നത്. സോ ദ കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ റിസംബിൾസ് ടെലിവിഷൻ സെറ്റ് ഓഫ് ദ പാസ്റ്റ്. ആ ലൈന് വേണമെന്നില്ല. ഓക്കെ, 2 types of CRT monitors are available, monochrome and color. 2 ടൈപ്പ് CRT കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ ഉണ്ട്. ഒന്ന് മോണോക്രോം, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മറ്റൊന്ന് കളർ അല്ലേ. 2 ടൈപ്പ് ഉണ്ട്. മോണോക്രോം മോണിറ്റർ ഡിസ്പ്ലേസ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇമേജസ് ഇൻ സിംഗിൾ കളർ ഓൺ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ഒറ്റ കളർ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററിനാണ് നമ്മളെന്ത് പറയുക? മോണോക്രോം എന്ന് പറയുക. പിന്നെ ഗ്രേ കളർ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അത് വേണമെന്നില്ല. എ കളർ മോണിറ്റർ യൂസസ് 3 ഡിഫറെൻറ്റ് ബേസിക് കളർ സച്ച് എസ് ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്.
കളർ മോണിറ്ററുകളുണ്ട്, അത് 3 കളർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. BGR ബ്ലൂ ഗ്രീൻ റെഡ്. ഈ BGR ഉപയോഗിച്ചിട്ടാണ് കളർ മോണിറ്റർ വർക്ക് ചെയ്യുക. ബ്ലൂ ഗ്രീൻ റെഡ് ഇതാണ് ബേസിക് കളർ. ഈ കളർ ഉപയോഗിച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുക, കളർ മോണിറ്റർ വർക്ക് ചെയ്യുന്നത്. ഇത് നല്ല പിന്നെ റെസ്പോൺസ് ടൈമുള്ള മോണിറ്റർ, ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന മോണിറ്ററാണ്. ദീസ് മോണിറ്റേഴ്സ് ആർ പ്രിഫേർഡ് ബൈ സം ഗ്രാഫിക് ആർട്ടിസ്റ്റ് ഫോർ ദെയർ ആക്യുറേറ്റ് ആൻഡ് കളർ റെൻഡറിങ്. എഴുതണമെന്നില്ല കേട്ടോ, അത്ര എഴുതിയാൽ മതി. നല്ല റെസ്പോൺസ് ടൈമുള്ള മോണിറ്ററാണ് CRT. പക്ഷേ കുറേ ഇതിൻ്റെ ഏറ്റവും വലിയ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അഡ്വാൻറ്റേജ് വേണമെങ്കിൽ റെസ്പോൺസ് ടൈമാണ്. റെസ്പോൺസ് ടൈം വളരെ പെട്ടെന്ന് പിന്നെ കളർ ചേഞ്ച് ചെയ്യാൻ അതിന് കഴിയും, അതുകൊണ്ട് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പവർ കൺസംഷൻ അല്ലേ, നല്ല കറണ്ട് എടുക്കും, നന്നായിട്ട് ചൂടാവും, പിന്നെ സ്പേസ് വെക്കാൻ കുറേ സ്ഥലം വേണം, സ്പേസ് റിക്വയർമെൻറ്റ്. 3 ഡിസ്അഡ്വാൻറ്റേജുകൾ. ഹീറ്റാണ്, നല്ല പവർ എടുക്കും, കറണ്ട് എടുക്കും, കുറേ സ്പേസ് വേണം ഇത് വെക്കാൻ. ഇതാണ് ഡിസ്അഡ്വാൻറ്റേജ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് നല്ല റെസ്പോൺസ് ടൈമാണ്, ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ സംഭവമാണ്. ഓക്കെ, നൗ മറ്റൊന്നാണ് ഫ്ലാറ്റ് പാനൽ മോണിറ്റർ. പണ്ടത്തെ പോലെ അത്രയും സ്പേസ് ഒന്നും ഇങ്ങനെ ബാക്കോട്ട് പിന്നെ ഇങ്ങനെ CRT കാഥോഡ് റേ ട്യൂബ് ഒന്നും ഇല്ല പുതിയ സംഭവത്തിന് അല്ലേ. ഇങ്ങനെ മറിച്ച് ഫ്ലാറ്റ് മോണിറ്ററുകളാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്ലാറ്റ് പാനൽ മോണിറ്റർ എന്ന് വിളിക്കുക. ഫ്ലാറ്റ് പാനൽ മോണിറ്റർ. ഓക്കെ, ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് ആർ തിന്നർ. കനം കുറഞ്ഞതാണ്, ലൈറ്റർ. പിന്നെ കട്ടി കുറവാണ്, ലൈറ്ററാണ്, വെയിറ്റ് കുറവാണ്, ലൈറ്റർ ഇൻ വെയിറ്റ് അല്ലേ. കൺസ്യൂം ലെസ് പവർ, കുറച്ച് കറണ്ട് മതി. ആൻഡ് എമിറ്റ് ലെസ് ഹീറ്റ്, ചെറിയ ചൂട് ജനറേറ്റ് ചെയ്യുള്ളൂ കമ്പയർഡ് ടു CRT മോണിറ്റർ. CRT മോണിറ്ററിനെ അപേക്ഷിച്ച് ഫ്ലാറ്റ് മോണിറ്ററുകൾക്കുള്ള പ്രത്യേകത എന്തൊക്കെയാണ്? അതിൻ്റെ പ്രത്യേകത ഒന്ന് തിന്നാണ്, ലൈറ്ററാണ്, വെയിറ്റ് കുറവാണ്, കൺസ്യൂം ലെസ് പവർ, കുറച്ച് കറണ്ട് ഉപയോഗിക്കുള്ളൂ, എമിറ്റ് ലെസ് ഹീറ്റ്, കുറച്ച് ചൂടാവുകയുള്ളൂ. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പം CRT മോണിറ്ററുമായിട്ട് കമ്പയർ ചെയ്യും. ഇനി ഈ ഫ്ലാറ്റ് പാനൽ മോണിറ്ററിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് LCD മോണിറ്റർ, മറ്റൊന്ന് LED മോണിറ്റർ, പിന്നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മൂന്നാമത്തേത് പിന്നെ പ്ലാസ്മ മോണിറ്റർ, അതിൻ്റെ 4ആമത്തേത് OLED എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാറ്റഗറി ഉണ്ട്. ഫ്ലാറ്റ് പാനൽ മോണിറ്ററിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 LCD, the other one is LED, third one is plasma, fourth one is OLED monitor. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LCD മോണിറ്റർ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ പണ്ട് കാലത്ത് പഠിച്ചിരുന്നു സ്കൂളിൽ അല്ലേ, പദാർത്ഥത്തിന് 3 സ്റ്റേറ്റ് ഉള്ളത്. എന്താണ്? ഖരം, ദ്രാവകം, വാതകം അല്ലേ. ഖരം, ദ്രാവകം, വാതകം 3 സ്റ്റേറ്റാണ് പഠിച്ചിരുന്നത് അല്ലേ. ഖരത്തിനെ നമ്മൾ സോളിഡ് എന്ന് പറയും, ഇംഗ്ലീഷിൽ എന്ത് പറയും? സോളിഡ് സ്റ്റേറ്റ് അല്ലേ. സോളിഡ്. ദ്രാവകത്തിന് ലിക്വിഡ് എന്ന് പറയും, ലിക്വിഡ് അല്ലേ. ലിക്വിഡ്. വാതകത്തിന് ഗ്യാസ്. 3 സ്റ്റേറ്റ്സാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഈ 3 സ്റ്റേറ്റ് ഒന്നുമല്ല, വീണ്ടും കുറേ സ്റ്റേറ്റുകളുണ്ട്. അതിലൊന്നാണ് ലിക്വിഡ് ക്രിസ്റ്റൽ എന്നുള്ള സ്റ്റേറ്റ്, ലിക്വിഡ് ക്രിസ്റ്റൽ സ്റ്റേറ്റ്. പിന്നെ പ്ലാസ്മ എന്നുള്ള സ്റ്റേറ്റ്, പ്ലാസ്മ എന്നൊക്കെയുള്ള സ്റ്റേറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്സൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പിന്നെ എന്താണ്, നമ്മൾ പഠിക്കാൻ പോകുന്ന LCD മോണിറ്റർ ലിക്വിഡ് ക്രിസ്റ്റലിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ലിക്വിഡ് ക്രിസ്റ്റലിനെ ബേസ് ചെയ്തിട്ടുള്ള മോണിറ്ററാണ്. ലിക്വിഡ് ക്രിസ്റ്റൽ മോണിറ്ററാണ് LCD മോണിറ്റർ. ക്രിസ്റ്റൽ എന്ന് ഞാൻ എഴുതിയ ഓക്കെ, കറക്റ്റാണ്. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. സോ ലിക്വിഡ് ക്രിസ്റ്റൽ മോണിറ്റർ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റലിൻ്റെ ഐഡിയ എത്രയേ ഉള്ളൂ. അതായത് ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന പദാർത്ഥം 2 ഗ്ലാസ് ഇടയിൽ സാൻഡ്വിച്ച് ചെയ്തിരിക്കും. 2 ഗ്ലാസ് പ്ലേറ്റിനകത്ത്, ഇപ്പോൾ ഇത് 2 ഗ്ലാസ് പ്ലേറ്റാണെന്ന് വിചാരിക്കുക. 2 ഗ്ലാസ് പ്ലേറ്റിനകത്ത്, ഇത് 2 ഗ്ലാസ് പ്ലേറ്റ്, അതിനകത്ത് എന്ത് ചെയ്യും? ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന പദാർത്ഥം സാൻഡ്വിച്ച് ചെയ്തിരിക്കും. ലിക്വിഡ് ക്രിസ്റ്റൽ സാൻഡ്വിച്ച് ചെയ്തിരിക്കും. 2 ഗ്ലാസ് ഷീറ്റിനകത്ത് എന്ത് വെച്ചിട്ടുണ്ട്? ലിക്വിഡ് ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ലൈറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ
ഈ ഭാഗത്ത് നമുക്ക് നിറം കാണാൻ പറ്റും. ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ കളർ കാണാൻ പറ്റും. ഈ ഭാഗത്ത് കളർ കാണാൻ പറ്റും. അപ്പോൾ ഒരു പിന്നെ ലിക്വിഡ് ക്രിസ്റ്റലിൻ്റെ ബാക്ക് സൈഡിൽ ലൈറ്റ് കൊടുക്കും. എന്ത് കൊടുക്കും? ലൈറ്റ് കൊടുക്കും. ലൈറ്റ് കൊടുക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് കളർ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഐഡിയ, പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം എന്താണ് ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. ലിക്വിഡ് ക്രിസ്റ്റൽ മോണിറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. LCD displays consist of a liquid crystal sandwiched between two plastic plate. രണ്ട് പ്ലാസ്റ്റിക് പ്ലേറ്റിനിടക്ക് എന്ത് വെച്ചിട്ടുണ്ട്? ലിക്വിഡ് ക്രിസ്റ്റൽ സാൻഡ്വിച്ച് ചെയ്തിട്ടാണ് LCD മോണിറ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, സാൻഡ്വിച്ച് ചെയ്തിട്ട്. These crystals rearrange to form image when electric current is passed through them. ആ പിന്നെ ലിക്വിഡ് ക്രിസ്റ്റലിനകത്തുകൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ലിക്വിഡ് ക്രിസ്റ്റലിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റി കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ലൈറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് റീഅറേഞ്ച് ചെയ്യും. എന്നിട്ട് എ ലൈറ്റ് സോഴ്സ് അറ്റ് ദ ബാക്ക് ഓഫ് ദിസ് പ്ലേറ്റ് മേക്ക് ദ പിക്ചർ വിസിബിൾ. അതാണ് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് പിന്നെ പ്ലേറ്റിന് ഇപ്പോൾ രണ്ട് പ്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ രണ്ട് ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. രണ്ട് ഗ്ലാസ് പ്ലേറ്റിനകത്ത് എന്ത് വെച്ചിട്ടുണ്ട്? ലിക്വിഡ് ക്രിസ്റ്റൽ ഇവിടെ സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ലിക്വിഡ് ക്രിസ്റ്റൽ ഫില്ല് ചെയ്തു. എന്നിട്ട് നമ്മൾ ലൈറ്റ് ഇവിടുന്ന് ലൈറ്റ് കൊടുക്കുമ്പോൾ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ലൈറ്റ് കൊടുക്കുമ്പം ഈ സൈഡിൽ എന്ത് കാണും? നമ്മൾ ഇമേജ് കാണും, അല്ലെങ്കിൽ ആ പിക്സൽ കാണും. അതാണ് ഇതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നുകൂടെ പറയാം. LCD displays consist of liquid crystal sandwiched between two plastic plate അല്ലെങ്കിൽ ഗ്ലാസ് പ്ലേറ്റ്. രണ്ട് പ്ലാസ്റ്റിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് പോലത്തെ പ്ലാസ്റ്റിക് പ്ലേറ്റ്സിനകത്ത് ലിക്വിഡ് ക്രിസ്റ്റൽ സാൻഡ്വിച്ച് ചെയ്തിട്ട് അതിനകത്ത് വെക്കണീനെയാണ് നമ്മൾ എന്ത് പറയുക? സാൻഡ്വിച്ച് ചെയ്യുക എന്ന് പറയാം. സാൻഡ്വിച്ച് ചെയ്തിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? LCD മോണിറ്റർ ഉണ്ടാക്കുന്നത്. These crystals rearrange to form an image when electric current is passed through them. അതിനകത്തുകൂടെ ആ ലിക്വിഡ് ക്രിസ്റ്റലിനകത്തുകൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഇമേജ് ഉണ്ടാവും. A light source at the back of this plate makes visible picture. ഈ പിക്ചറിനെ കാണിക്കുന്നത് അതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മളൊരു ലൈറ്റ് കത്തിക്കും. ഒരു പിന്നെ ഫ്ലൂറസെൻ്റ് ലാമ്പ് ഉപയോഗിച്ച്, എന്താണ് ഫ്ലൂറസെൻ്റ് ലാമ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ബാക്കിൽ ലൈറ്റ് കത്തിക്കും. ആ ലൈറ്റ് കത്തിക്കുമ്പോൾ ആ ലൈറ്റിനനുസരിച്ചുള്ള ഇമേജ് മറ്റേ ഫ്രണ്ട് സൈഡിൽ നമ്മൾ കാണും. മോണിറ്ററിൻ്റെ പിൻ സൈഡിൽ നമ്മൾ കാണാത്ത രീതിയിൽ വളരെ ചെറിയ ഫ്ലൂറസെൻ്റ് ലാമ്പ് കൊടുക്കും. ആ ലാമ്പ് കത്തിക്കുമ്പം ഈ ക്രിസ്റ്റലിനകത്തൂടെ ലൈറ്റ് കടന്നു വരുമ്പോൾ ഇമേജ് ഫോം ചെയ്യും. ആ ഇമേജാണ് നമ്മൾ മോണിറ്ററിൽ കാണുന്നത്. ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ ഇതാണ് ലിക്വിഡ് ക്രിസ്റ്റലെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ ലൈറ്റ് കത്തിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇമേജ് കാണും. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്താണ് നടക്കുള്ളൂ, അല്ലെങ്കിൽ ആ ലൈറ്റ് വരില്ല. ഓക്കെ, കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമേ കാണുള്ളൂ. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ലിക്വിഡ് ക്രിസ്റ്റലിൻ്റെ സ്വഭാവം മാറുമ്പോൾ മാത്രമാണ് പിന്നിൽ ലൈറ്റ് കത്തിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇമേജ് കാണുകയുള്ളൂ. കൂടുതൽ നിങ്ങൾ ഹയർ ക്ലാസ് പഠിക്കും. ഓക്കെ, അതാണ് LCD. അപ്പോൾ LCD എന്ന് പറയുമ്പോൾ ഉടനെ മനസ്സിലാവണം, രണ്ട് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് പ്ലേറ്റിനകത്ത് എന്ത് സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട്? ലിക്വിഡ് ക്രിസ്റ്റൽ സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ബാക്കിൽ ലൈറ്റ് കത്തിച്ചാൽ നമുക്ക് ഇമേജ് കാണിക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് LCD മോണിറ്റർ. മറ്റൊന്നാണ് LED മോണിറ്റർ, ലേറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ. LED മോണിറ്ററും ഈ ലിക്വിഡ് ക്രിസ്റ്റൽ മോണിറ്റർ തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസം, നേരത്തെ പറഞ്ഞ LCD മോണിറ്ററിൽ ബാക്കിൽ ലൈറ്റ് കത്തിക്കുന്നത് ഫ്ലൂറസെൻ്റ് ലാമ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇവിടെ ലിക്വിഡ് ക്രിസ്റ്റലിൻ്റെ ബാക്ക് കത്തിക്കുന്നത്, പിന്നിൽ ലൈറ്റ് കൊടുക്കുന്നത് LED ഉപയോഗിച്ചിട്ടാണ്. പറയട്ടെ, രണ്ടും വർക്ക് ചെയ്യുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ലിക്വിഡ് ക്രിസ്റ്റലിനെ അടിസ്ഥാനമാക്കിയാണ്. രണ്ടും വർക്ക് ചെയ്യണത് ഗ്ലാസ് പ്ലേറ്റിനകത്ത് ലിക്വിഡ് ക്രിസ്റ്റൽ ഫില്ല് ചെയ്തിട്ട് തന്നെയാണ്. ഒരെണ്ണം ഇവിടെ ലൈറ്റ് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, ഒരെണ്ണം ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലൂറസെൻ്റ് ലാമ്പാണ്. LCDക്കകത്ത് ഇവിടെ ഫ്ലൂറസെൻ്റ് ലാമ്പ് ഉപയോഗിക്കും. ഐ എം നോട്ട് ഗുഡ് അറ്റ് ദി സ്പെല്ലിംഗ്. ഫ്ലൂറസെൻ്റ് ലാമ്പ് ഉപയോഗിക്കും, ഫ്ലൂറസെൻ്റ് ലാമ്പ്. നേരെ മറിച്ച് LED മോണിറ്റർ ആണെങ്കിൽ ഇവിടെ ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് LED ആയിരിക്കും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, രണ്ടും LCD മോണിറ്ററാണ്. പക്ഷേ ഒന്ന് ഫ്ലൂറസെൻ്റ് ലാമ്പ് ഉപയോഗിക്കുന്നു, ഒന്ന് LED ലാമ്പ് ഉപയോഗിക്കുന്നു പിന്നിൽ കത്തിക്കാൻ എന്നുള്ളതാണ്. LED മോണിറ്റർ
യൂസ് LED ഡയറക്ട്ലി ബിഹൈൻഡ് ദ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഇൻ ഓർഡർ ടു ലൈറ്റ് അപ്പ് ദ സ്ക്രീൻ. ഇവിടെയും ലിക്വിഡ് ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ പിന്നിൽ ലൈറ്റ് കത്തിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? LED ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം. LED മോണിറ്റർ യൂസ് LED ഡയറക്ട്ലി ബിഹൈൻഡ് ദ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഇൻ ഓർഡർ ടു ലൈറ്റ് അപ്പ് ദ സ്ക്രീൻ. നേരത്തെ പറഞ്ഞ LCDൻ്റെ കേസിലാണെങ്കിൽ ഫ്ലൂറസെൻ്റ് ആണ് യൂസ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ LED ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ തൽക്കാലം കൺസിഡർ ചെയ്യേണ്ട. ഈ വ്യത്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ടും ലിക്വിഡ് ക്രിസ്റ്റലാണ്. ഒന്ന് ലൈറ്റ് കത്തിക്കാൻ ഫ്ലൂറസെൻ്റ് ഉപയോഗിക്കുന്നു, മറ്റത് ലൈറ്റ് കത്തിക്കാൻ LED ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത, ദിസ് ടെക്നോളജീസ് എക്സ്പെൻസീവ്, ചിലവ് കൂടിയ. LED LCDനേക്കാൾ കുറച്ചുകൂടെ ചിലവ് കൂടിയതാണ്. ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് LED ഈസ് ബെറ്റർ കളർ ക്വാളിറ്റി, ക്ലാരിറ്റി, വൈഡർ വ്യൂയിങ് ആംഗിൾ, ഫാസ്റ്റർ റിഫ്രഷ് റേറ്റ് ആൻഡ് പവർ സേവിങ്സ്. LED പിന്നെ ഫ്ലൂറസെൻ്റ് ലാമ്പിനേക്കാൾ LED ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കളർ ക്വാളിറ്റി കുറച്ചുകൂടി കൂടും, ക്ലാരിറ്റി കൂടും, അതുപോലെ വൈഡർ വ്യൂയിങ് ആംഗിൾ. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഈ LCD മോണിറ്ററിൽ നേരെ നോക്കിയാലേ കാണുള്ളൂ, ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ഇമേജ് കാണില്ല. പക്ഷേ LED മോണിറ്റർ ആണെങ്കിൽ, LCDനെ അപേക്ഷിച്ച് LED ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഫാസ്റ്റർ റിഫ്രഷ് റേറ്റ് എന്ന്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്പോൺസ് ടൈം പോലെയുള്ളൊരു സംഭവമാണ്. വളരെ പെട്ടെന്ന് പിക്സൽസ് റിഫ്രഷ് ചെയ്യാൻ പറ്റും. കറണ്ട് കുറച്ച് മതി LED ആകുമ്പോൾ. ഫ്ലൂറസെൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടി അധികം കറണ്ട് ഉപയോഗിക്കും. LED ആകുമ്പോൾ പവർ സേവിങ്സ് ഉണ്ട്, കറണ്ട് കുറച്ച് മതി. മറ്റൊരു ടൈപ്പ് മോണിറ്ററാണ് പ്ലാസ്മ മോണിറ്റർ എന്ന് പറയുന്നത്. എ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ കൺസിസ്റ്റ് ഓഫ് സാൻഡ്വിച്ചിങ് നിയോൺ ഓർ സിയോൺ ഗ്യാസ് ബിറ്റ്വീൻ ടു സീൽഡ് ഗ്ലാസ് പ്ലേറ്റ്സ് വിത്ത് പാരലൽ ഇലക്ട്രോഡ്സ് ഡെപ്പോസിറ്റഡ് ഓൺ ദെയർ സർഫസ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇത്രയും പറഞ്ഞാൽ മതി. ഈ പ്ലാസ്മ മോണിറ്റർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് ഗ്ലാസ് ഷീറ്റിനകത്ത് നമ്മൾ എന്താ പിന്നെ ഇവിടെ നിറച്ചിരുന്നത്? ലിക്വിഡ് ക്രിസ്റ്റലാണ് ഇവിടെ ഫില്ല് ചെയ്തിരുന്നത്, സാൻഡ്വിച്ച് ചെയ്തിരുന്നത്, ഇതിൻ്റെ ഇടക്ക് വെച്ചിരുന്നത്, ഉള്ളിൽ ഫില്ല് ചെയ്തിരുന്നത്. അതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഇവിടെ ഉപയോഗിക്കുന്നത് നിയോൺ അല്ലെങ്കിൽ സിയോൺ ഗ്യാസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. ഗ്യാസ് ഇവിടെ എന്താ ഫില്ല് ചെയ്യുന്നത് വെച്ചാൽ, ലിക്വിഡ് ക്രിസ്റ്റലിന് പകരം ഇവിടെ എന്ത് ഫില്ല് ചെയ്യുന്നു? ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. സിയോൺ അല്ലെങ്കിൽ നിയോൺ ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. ആ ടെക്നോളജിക്കാണ് നമ്മൾ പ്ലാസ്മ. അപ്പോൾ അതിനകത്തൂടെ കറണ്ട് പോകുമ്പോൾ അതിൻ്റെ സ്റ്റേജ് മാറും, പ്ലാസ്മ സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അതിനകത്ത് ഇമേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, വെൻ വോൾട്ടേജ് പൾസ് ഈസ് പാസ്ഡ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ്. അതിനകത്ത് ഇലക്ട്രോഡ്സ് ഉണ്ട് കേട്ടോ. ആ ഇലക്ട്രോഡ്സ് ദ ഗ്യാസ് ലൈറ്റ്സ് അപ്പ് ആസ് ഡിഫറെൻറ്റ് കളേഴ്സ്. ഈ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ഗ്ലാസ് ഷീറ്റിനകത്ത് നിയോൺ ഗ്യാസ് വെക്കുന്നു എന്ന് പറയാം. അതേപോലെ അത് ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രോഡ്സ്. അപ്പോൾ ആ ഇലക്ട്രോഡ്സ് വെൻ വോൾട്ടേജ് പൾസ് ഈസ് പാസ്ഡ് ബിറ്റ്വീൻ ദീസ് ഇലക്ട്രോഡ്സ്. ഈ ഇലക്ട്രോഡ്സിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദ ഗ്യാസ് ലൈറ്റ്സ് അപ്പ് ആസ് ഡിഫറെൻറ്റ് കളേഴ്സ്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ നിയോൺ ഗ്യാസ് ഉണ്ടല്ലോ, നിയോൺ അല്ലെങ്കിൽ സിനോൺ ഗ്യാസ്, സിയോൺ അല്ല സിനോൺ ആണ്, നിയോൺ ഓർ സിനോൺ ഗ്യാസ്. ഈ ഗ്യാസ് കത്തും, പ്രകാശിക്കും, അങ്ങനെയാണ്. അപ്പോൾ എന്താ, 2-3 കാര്യങ്ങളാണ് ഓർക്കാനുള്ളത്. ഗ്ലാസ് ഷീറ്റിനകത്ത് നിയോൺ അല്ലെങ്കിൽ സിനോൺ ഗ്യാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇലക്ട്രോഡ്സിലൂടെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് എന്ത് ചെയ്യും? പ്രകാശിക്കും. ഈ ഗ്യാസ് ലൈറ്റ് അല്ല, ഈ ഗ്യാസ് എന്ത് ചെയ്യും? പ്രകാശിക്കും. നമുക്കിവിടെ പ്രകാശം കാണാൻ പറ്റും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്ലാസ്മ മോണിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ എത്രയേ ഉള്ളൂ. പ്ലാസ്മ മോണിറ്റർ ഇതുപോലെ 2 ഗ്ലാസ് ഷീറ്റിനകത്ത് നിയോൺ ഓർ സിനോൺ ഗ്യാസ് ഫില്ല് ചെയ്യും. പിന്നെ അതിനകത്ത് പാരലായിട്ട് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ആ ഇലക്ട്രോഡ്സിലൂടെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ വെൻ വോൾട്ടേജ് പൾസ് ഈസ് പാസ്ഡ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ഗ്യാസ് ലൈറ്റ് ചെയ്യും, പ്രകാശിക്കും, വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ്, പല കളറിൽ പ്രകാശിക്കും, ക്രിയേറ്റിംഗ് ഇമേജസ് ഓൺ മോണിറ്റർ. അങ്ങനെ മോണിറ്ററിൽ നമുക്ക് ഇമേജ് കാണാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, പ്ലാസ്മ മോണിറ്റർ പ്രൊവൈഡ് ഹൈ റെസൊല്യൂഷൻ ബട്ട് എക്സ്പെൻസീവ്. നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ് കാണാൻ പറ്റും, പക്ഷേ വളരെ വില കൂടുതലാണ് പ്ലാസ്മ മോണിറ്ററിന്. ഓക്കെ,
ഇനി മറ്റൊരു മോണിറ്ററാണ് ഓർഗാനിക് LED എന്ന് പറയുന്നത്, OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED. ഇത് സാധാരണ LED പോലെ തന്നെ, പക്ഷേ ഇതിനകത്ത് കാർബണും കൂടി ഉപയോഗിക്കുന്നു. കാർബൺ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഓർഗാനിക് എന്ന് പറയുന്നത്. ദ പാനൽ ഓഫ് OLED ഈസ് മെയ്ഡ് ഓഫ് മില്യൺസ് ഓഫ് LED. ഈ പാനൽ ഉണ്ടായിരിക്കുന്നത് LED ഉപയോഗിച്ചിട്ടാണ്. ദ പാനൽ ഓഫ് OLED ഈസ് മെയ്ഡ് ഓഫ് മില്യൺസ് ഓഫ് ടൈനി LED. മില്യൺസ് ഓഫ് ചെറിയ ചെറിയ LED ഉപയോഗിച്ചിട്ടാണ് ഈ പാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ദ OLED സ്റ്റാൻഡ്സ് ഫോർ ഓർഗാനിക്. OLED O ആണ് ഓർഗാനിക് എന്ന് വിളിക്കും, ഓർഗാനിക് LED. അതിൻ്റെ അർത്ഥം എന്താ? വിച്ച് മീൻസ് ദർ ഈസ് കാർബൺ ഇൻ ദ ലൈറ്റ് എമിറ്റിംഗ് ലെയർ ഓഫ് പാനൽ. പാനലിനകത്ത് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പിന്നെ കാർബൺ ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ ഉള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഗാനിക് എന്ന് വിളിക്കുന്നത്. ഈ LED-ക്കകത്ത് കാർബൺ, ലൈറ്റ് കത്തുന്ന ഏരിയയിൽ കാർബൺ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഇതിനെ വിളിക്കുന്നത് OLED എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, OLED സ്ക്രീൻസ് ആർ തിന്നർ ആൻഡ് ലൈറ്റർ ദാൻ LCD ആൻഡ് LED. LED മോണിറ്ററിനേക്കാളും LCD മോണിറ്ററേക്കാളും വളരെ തിന്നറാണ്, ഭാരം കുറഞ്ഞതാണ് OLED. ദേ ക്യാൻ പ്രൊഡ്യൂസ് ബെറ്റർ ക്വാളിറ്റി ഇമേജ്. നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. ബെറ്റർ വ്യൂയിങ് ആംഗിൾ, നല്ല വ്യൂയിങ് ആംഗിൾ ഉണ്ട്. അതായത് മോണിറ്ററിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാൽ ഏകദേശമൊക്കെ നമുക്ക് ഇമേജ് കാണാൻ പറ്റും. കൺസ്യൂം ലെസ് പവർ, വളരെ കുറച്ച് പവർ ഉപയോഗിക്കുള്ളൂ. ബട്ട് വെരി എക്സ്പെൻസീവ്, വെരി എക്സ്പെൻസീവ്. ഇതൊക്കെയാണ് എൻ്റെ പ്രത്യേകത. എന്താണ്? OLED-യിൽ LED തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ LED-യുടെ കൂടെ ആ ലൈറ്റ് എമിറ്റിംഗ് ലെയറിനകത്ത് കാർബണും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഓർഗാനിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത വളരെ ലൈറ്റർ ആൻഡ് തിന്നറാണ്. ബെറ്റർ ക്വാളിറ്റി ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. ബെറ്റർ വ്യൂയിങ് ആംഗിൾ ഉണ്ട്. പിന്നെ ലെസ് പവർ കൺസംഷൻ ആണുള്ളത്. പക്ഷേ വെരി 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 എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് LCD പ്രൊജക്ടർ. നിങ്ങളെല്ലാവരും പ്രൊജക്ടർ കണ്ടിട്ടുണ്ടാവും അല്ലേ? പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? An LCD projector is a type of video projector for displaying video images or computer data on large screen or other flat surface. വലിയ സ്ക്രീനിൽ ഇമേജസ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ പ്രൊജക്ടറാണ് എന്ത്? LCD പ്രൊജക്ടർ എന്ന് പറയുക. വലിയ സ്ക്രീനിൽ വീഡിയോസ് കാണിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ പ്രൊജക്ടറാണ് ഈ LCD പ്രൊജക്ടർ എന്ന് പറയുന്നത്. It is a modern equipment to slide. രണ്ട് ടൈപ്പ് പ്രൊജക്ടർ ഉണ്ട്. ഒന്ന് സ്ലൈഡ് പ്രൊജക്ടർ എന്ന് പറയും, മറ്റൊന്ന് ഓവർ ഹെഡ് പ്രൊജക്ടർ. രണ്ട് ടൈപ്പ് പ്രൊജക്ടർ ഉണ്ട്. വൺ ഈസ് സ്ലൈഡ് പ്രൊജക്ടർ, മറ്റൊന്ന് ഓവർ ഹെഡ് പ്രൊജക്ടർ ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. A beam of high intensity light travels through thousands of shifting pixels in LED display. ഇതിനകത്തൊരു LCD ഡിസ്പ്ലേ ഉണ്ട്. അതിനകത്ത് കൂടെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് ബീം കടന്നു പോകും, ട്രാവൽ ചെയ്യും. അങ്ങനെയാണ് ഇത് ഇമേജ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ദിസ് ബീം ഓഫ് ലൈറ്റ് ദെൻ പാസസ് ത്രൂ എ ലെൻസ്. അവസാനം LCD നിന്ന് പുറത്തു വരുന്ന ഈ ലൈറ്റിനെ നല്ലൊരു ലെൻസിനകത്തൂടെ കടന്നു വരും. ആ ലെൻസിനകത്തൂടെ കടന്നു വരുമ്പോഴാണ് ഇത് വലിയ ഇമേജായിട്ട് കാണുന്നത്. വിച്ച് പ്രൊജക്ട്സ് ആൻഡ് ഫോക്കസസ് ദ ഇമേജ് ഓൺ ദ സർഫേസ്. ആ ലെൻസാണ് ഈ ഇമേജിനെ വലുതാക്കുന്നതും നമുക്ക് ഒരു സ്ക്രീനിൽ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. വളരെ സിമ്പിളാണ് LCD പ്രൊജക്ടർ. LCD പ്രൊജക്ടറിലും ഒരു LCD ഡിസ്പ്ലേ ഉപയോഗിക്കുന്നുണ്ട്. ആ LCD ഡിസ്പ്ലേയിലുള്ള പിക്സലിനകത്ത് കൂടെ ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് പാസ് ചെയ്യും. ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് ട്രാവൽ ചെയ്യും. അങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്ന ആ ലൈറ്റ് പിന്നെ എന്തിലൂടെ കടത്തിവിടും? ഒരു ലെൻസിലൂടെ കടത്തിവിടും. ആ ലെൻസാണ് ഇതിനെ വലിയതായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇമേജിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, so what is LCD? An LCD projector is a type of video projector for displaying video images or computer data on large screen. അല്ലേ? രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്ലൈഡ് പ്രൊജക്ടർ ഉണ്ട്, ഓവർ ഹെഡ് പ്രൊജക്ടർ ഉണ്ട് അല്ലേ? പിന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്? എ ബീം ഓഫ് ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ്, ഒരു ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റിൻ്റെ ബീം ട്രാവൽസ് ത്രൂ തൗസൻഡ്സ് ഓഫ് ഷിഫ്റ്റിംഗ് പിക്സൽസ് ഇൻ LCD ഡിസ്പ്ലേ. അത് ട്രാവൽ ചെയ്യുന്നു എന്തിലൂടെ? LCD ഡിസ്പ്ലേയിലൂടെ പാസ് ചെയ്യുന്നു. അങ്ങനെ ഇമേജ് ഫോം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഇമേജ് ദിസ് ബീം ഓഫ് ലൈറ്റ് ദെൻ പാസസ് ത്രൂ എ ലെൻസ്, ഒരു ലെൻസിലൂടെ കടത്തിവിടുന്നു. ആ ലെൻസാണ് ഇതിനെ വലുതാക്കി പ്രൊജക്റ്റ് ചെയ്യുന്നതും പിന്നെ സ്ക്രീനിൽ ഫോക്കസ് ചെയ്യുന്നതും. ഓക്കെ ആണല്ലോ? ഡൺ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രിൻ്ററാണ്. നിങ്ങളെല്ലാവരും പ്രിൻ്റർ കണ്ടിട്ടുണ്ടാവും അല്ലേ? Printers are used to produce hard copy output. Hard copy output
അതായത് പ്രിൻ്റഡ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്യാനാണ് പ്രിൻ്റർ ഉപയോഗിക്കുക. അല്ലെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ വേറെ ചില പിന്നെ മെറ്റീരിയൽ പ്രിൻ്റ് ചെയ്യാൻ പ്രിൻ്റർ ഉപയോഗിക്കുന്നു അല്ലേ. പല ടൈപ്പ് പ്രിൻ്റർ ഉണ്ട്, അതിൽ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാം. പ്രിൻ്ററിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 2 ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ദ ക്വാളിറ്റി ഓഫ് പ്രിൻ്റർ. ഒരു പ്രിൻ്ററിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്ന 2 ഫാക്ടറാണ്. ഒന്ന് ഫസ്റ്റ് വൺ ഈസ് റെസല്യൂഷൻ, സെക്കൻഡ് വൺ ഈസ് സ്പീഡ്. ഒരു പ്രിൻ്ററിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ റെസല്യൂഷൻ എത്രയാണെന്ന് നോക്കണം, അതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നോക്കണം. എന്താണ് പ്രിൻ്ററിൻ്റെ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ? റെസല്യൂഷൻ ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് DPI, ഡോട്ട് പെർ ഇഞ്ച്. എത്ര ഡോട്ട്സ് ഉണ്ട്, ഒരു ഇഞ്ചിനകത്ത് എത്ര ഡോട്ട്സ് പ്രിൻ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് റെസല്യൂഷൻ തീരുമാനിക്കുന്നത്. സ്പീഡ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്രിൻറ്റഡ് ഇൻ എ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡിൽ എത്ര ക്യാരക്ടർ പ്രിൻ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു മിനിറ്റ് എത്ര ലൈൻ പ്രിൻ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പേജ് പ്രിൻ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ സ്പീഡ്. അപ്പോൾ ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ് ആണെങ്കിൽ CPS എന്ന് പറയും സ്പീഡിന്, ലൈൻസ് പെർ മിനിറ്റ് ആണെങ്കിൽ LPM എന്ന് പറയും സ്പീഡിന്, പേജസ് പെർ മിനിറ്റ് ആണെങ്കിൽ PPM എന്ന് പറയും. 3 രീതിയിലാണ് ഒരു പ്രിൻ്ററിൻ്റെ സ്പീഡ് പറയുക. CPS എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, LPM എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, PPM എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഒരു സെക്കൻഡിൽ എത്ര ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യുന്നു അതാണ് CPS. ഒരു മിനിറ്റിനകത്ത് എത്ര ലൈൻസ് പ്രിൻ്റ് ചെയ്യുന്നു അതാണ് LPM. ഒരു മിനിറ്റിനകത്ത് എത്ര പേജസ് പെർ മിനിറ്റ് അതിനാണ് PPM എന്ന് പറയുന്നത്. ഇനി നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്രിൻ്ററുകളെ പരിചയപ്പെടുകയാണ്. നോക്കാം നമുക്ക്. ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിൽ എന്താ പറയുക, ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ആ ഹെഡിനകത്ത് കുറേ പിന്നുകൾ ഉണ്ടായിരിക്കും. ആ പിന്നുകൾ പിന്നെ ഷീറ്റിനകത്ത് ഒരു കാർബൺ പേപ്പർ ഉണ്ടാവും, കാർബൺ പേപ്പർ പോലെയുള്ളൊരു ഷീറ്റ് ഉണ്ടാവും. അതിനകത്ത് ഹിറ്റ് ചെയ്തിട്ട് ഒരു പേപ്പറിൽ പതിയിക്കും. അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാമാണെങ്കിൽ, നമ്മളൊരു ഷീറ്റ്, ഒരു പേപ്പർ, വൈറ്റ് പേപ്പർ ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കാം. വൈറ്റ് പേപ്പർ വെച്ചു. വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ എന്ത് വെക്കും? ഒരു കാർബൺ പേപ്പർ വെക്കും. എന്ത് വെക്കും? ഒരു കാർബൺ. ഇതിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യും? ഒരു കാർബൺ പേപ്പർ വെക്കും. എന്നിട്ട് കാർബൺ പേപ്പറിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യും? ഒരു ഹാമർ അല്ലെങ്കിൽ ഒരു ഹെഡ്, അതിനകത്ത് കുറേ പിൻസ് ഉണ്ട്. ആ പിന്ന് ഈ കാർബൺ പേപ്പറിൽ ഇങ്ങനെ എന്നാണെങ്കിൽ ഷേപ്പിൽ ഇവിടെ പതിയും, ഷേപ്പിൽ പതിയും. അപ്പോൾ ഈ കാർബൺ പേപ്പറിനകത്തുള്ള മഷി ഈ പേപ്പറിനകത്ത് പുരണ്ടിട്ട് പേപ്പറിനകത്ത് എന്ത് ഫോം ചെയ്യും? എന്ന് ഫോം ചെയ്യും, അല്ലെങ്കിൽ B എന്ന് ഫോം ചെയ്യും. അപ്പോൾ ഇതിനകത്തൊരു പിന്നെ പ്രിൻറ്റിങ് ഹെഡ് ഉണ്ട്. എന്താണുള്ളത്? പ്രിൻറ്റിങ് ഹെഡ് ഉണ്ട്. ആ ഹെഡ് ഉപയോഗിച്ചിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹെഡ് ഉപയോഗിച്ചിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിനെ കുറിച്ച് പറയാനുള്ളത്. നോക്കിയോ. ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ യൂസ് സ്മാൾ ഇലക്ട്രോമാഗ്നറ്റിക്കലി ആക്ടിവേറ്റഡ് പിൻസ് ഇൻ ദ പ്രിൻ്റ് ഹെഡ് ആൻഡ് എൻ ഇങ്ക്ഡ് റിബൺ. ഒരു ഇങ്ക്ഡ് റിബൺ ഉണ്ടാകും. ഞാൻ കാർബൺ പേപ്പർ എന്ന് പറഞ്ഞില്ല, അതിന് പകരം എന്താണ് ശരിക്കും ഉണ്ടാകുക? ഇങ്ക്ഡ് റിബൺ ടു പ്രൊഡ്യൂസ് ഇമേജസ് ബൈ ഇമ്പാക്റ്റ്. ഓക്കെ, ആ പിന്നിങ്ങനെ ആ റിബണിൽ അടിച്ചിട്ടാണ് ക്യാരക്ടറുകൾ പേപ്പറിനകത്ത് പതിയുന്നത്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്രിൻ്റർ ഹെഡ് കൺസിസ്റ്റ് ഓഫ് 9 പിൻസ്. പിന്നെ സാധാരണഗതിയിലുള്ള ഒരു ഇതിനകത്ത് 9 പിന്നുകളാണ് ഉണ്ടാകുക. ചിലതിനകത്ത് 24 പിന്നുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, 24 പിൻസ് ഉണ്ടാകും. ദീസ് പ്രിൻറ്റേഴ്സ് സ്ലോ ആൻഡ് നോയ്സ്. ഇത് വളരെ സാവധാനത്തിൽ പ്രിൻ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഡോട്ട് മാട്രിക്സ് പ്രിൻറ്റേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് അറ്റ് ക്യാഷ് കൗണ്ടർ. പക്ഷേ ഷോപ്പുകളിലൊക്കെ അധികം ഇതാണ് യൂസ് ചെയ്യുക. ഇൻ ഷോപ്പ് ഡ്യൂ ടു ദെയർ ലോ പ്രിൻറ്റിങ് കോസ്റ്റ്. ഇപ്പോൾ ബാങ്കുകളിലൊക്കെ പോയാൽ അധികം ഇതിലാണ് പ്രിൻ്റ് ചെയ്യുക, കാരണം അതിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റ് വളരെ കുറവാണ്. ഓക്കെ, കാർബണിലുള്ള അല്ലെങ്കിൽ ആ റിബണിലുള്ള മഷി പുരണ്ടിട്ടാണ് പ്രിൻ്റ് ചെയ്യുക. അതുകൊണ്ട് പ്രിൻറ്റിങ് കോസ്റ്റ് വളരെ കുറവാണ്. ഇതാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹെഡിനകത്ത് കുറേ പിന്നുകളുണ്ടാകും. ആ പിന്ന് ഈ ഹെഡ് അടിക്കുന്നത് ഒരു റിബണിലാണ്. നമ്മൾ ശരിക്കും ഇവിടെ കാണുന്നില്ല. ആ റിബണിലുള്ള മഷിയാണ് ഈ പേപ്പറിൽ പോരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു റിബൺ ഉണ്ട്, ഇവിടെ റിബൺ. ആ റിബണിൽ ഈ ഹെഡിനകത്തുള്ള പിന്ന് പതിയുമ്പോഴാണ് അതിനനുസരിച്ചുള്ള ചിത്രങ്ങളും അക്ഷരങ്ങളും ഒക്കെ ഈ പേപ്പറിനകത്ത് പതിയുന്നത്. ഓക്കെ, നൗ അടുത്ത പ്രിൻ്ററാണ് ഇങ്ക് ജെറ്റ് പ്രിൻ്റർ. ഇങ്ക് ജെറ്റ് പ്രിൻ്റർ പറഞ്ഞാൽ അതിനകത്ത് മഷിക്കുപ്പികളുണ്ടാവും. മഷിക്കുപ്പി എന്ന് തന്നെ പറയാം നമുക്ക്. ആ മഷിക്കുപ്പിയിൽ നിന്ന് ചെറിയ ഇങ്ക് ഡ്രോപ്ലെറ്റ്സ്, ചെറിയ മഷിയുടെ കണങ്ങൾ പിന്നെ അതിൻ്റെ നോസിലൂടെ പുറത്ത് വന്നിട്ട്
തെറിപ്പിച്ചിട്ട് പേപ്പറിൽ പതിയിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇങ്ക് ജെറ്റ് പ്രിൻ്ററിനകത്തുള്ളത്. അതിനകത്ത് ഇങ്ക് ബോട്ടിൽസ് ഉണ്ടാവും. ആ ഇങ്ക് ബോട്ടിൽസിനകത്ത് നിന്ന് സ്പ്രേ ചെയ്യും. ചെറിയ ഇങ്ക് ഡ്രോപ്ലെറ്റ് ഇങ്ങനെ പതിയിച്ച് പിന്നെ അക്ഷരങ്ങൾ പേപ്പറിനകത്ത് ഫോം ചെയ്യുക. എ ബി അല്ലേ, ഇങ്ങനെ ചെറിയ ഡ്രോപ്ലെറ്റ് ഇങ്ക് ഡ്രോപ്ലെറ്റ്സ് പിന്നെ അതിൻ്റെ മഷിക്കുപ്പിയിൽ നിന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്, അക്ഷരങ്ങൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. Inkjet printers form an image on the page by spraying tiny droplets of ink. ഇങ്കിൻ്റെ ചെറിയ കണങ്ങൾ സ്പ്രേ ചെയ്തിട്ട് ഫ്രം പ്രിൻ്റ് ഹെഡിൽ മഷിക്കുപ്പി ഉണ്ടാവും. ആ മഷിക്കുപ്പിയിൽ നിന്നും മഷി തുള്ളികൾ ഇങ്ക് ഡ്രോപ്ലെറ്റ്സ് സ്പ്രേ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ക് പ്രിൻ്റ് ഫോം ദ ഇമേജ്. എങ്ങനെ ഇമേജ് ഫോം ചെയ്യുന്നത്? ഓൺ ആൻ പേജ്, ഒരു പേജിൽ ബൈ സ്പ്രേയിങ് ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഇങ്ക്, ചെറിയ ഇങ്കിൻ്റെ തുള്ളികൾ സ്പ്രേ ചെയ്തിട്ട് ഫ്രം പ്രിൻ്റ് ചെയ്യുന്ന ഹെഡിൽ നിന്നും ചെറിയ മഷിത്തുള്ളികൾ സ്പ്രേ ചെയ്ത് പേപ്പറിലേക്ക് സ്പ്രേ ചെയ്ത് അതിൽ പതിയിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പ്രിൻ്റർ നീഡ് സെവറൽ കളേഴ്സ് ഓഫ് ഇങ്ക്, സയാൻ, യെല്ലോ, മജന്ത, ബ്ലാക്ക്. ഇങ്ങനെ 4 കളർ വേണം. സയാൻ, യെല്ലോ, മജന്ത, ബ്ലാക്ക്. ഈ 4 കളർ ഉപയോഗിച്ചിട്ടാണ് ടു മേക്ക് കളർ പ്രിൻറ്റീസ്. മൾട്ടി കളർ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 4 കളർ വേണം. സയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. സയാൻ ഇങ്ങനെ ഇരിക്കും, മജന്ത, യെല്ലോ, ബ്ലാക്ക്. നോക്കാം നമുക്ക്. സയാൻ CMYK കളർ എന്താണ്? CMYK, സയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. ഇതാണ് ഈ കാണുന്നതാണ് സയാൻ, ബ്ലൂ കളറിലെ സയാൻ. ദിസ് ഇസ് യെല്ലോ, മജന്ത, ബ്ലാക്ക്. ഈ 4 കളർ ഉപയോഗിച്ചിട്ടാണ് മൾട്ടി കളർ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ 4 മഷിക്കുപ്പികളുണ്ടാവും. 4 കളറുള്ള മഷിക്കുപ്പികളുണ്ടാവും. അതിനൊക്കെ ഈ ചെറിയ ഇങ്കിൻ്റെ തുള്ളികൾ, ഇങ്ക് ഡ്രോപ്ലെറ്റ്സ് സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടി കളർ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ക് ജെറ്റ് പ്രിൻറ്റേഴ്സ് ആർ ഇൻഎക്സ്പെൻസീവ്. പ്രിൻ്റർ ലോ കോസ്റ്റാണ്, വില കുറവാണ്. പക്ഷേ എന്താ അറിയോ, ബട്ട് കോസ്റ്റ് ഓഫ് ഇങ്ക് കാട്രിഡ്ജസ് മേക്ക് ഇറ്റ് കോസ്റ്റ്ലി അഫെയർ ഇൻ ലോങ് റൺ. പക്ഷേ പ്രിൻറ്റിങ് വളരെ കോസ്റ്റ്ലിയാണ്. പ്രിൻ്ററിന് വില കുറവാണ്, പക്ഷേ പ്രിൻറ്റിങ് കോസ്റ്റ്ലിയാണ്. കാരണം ഈ പല നിറത്തിലുള്ള നമ്മളെന്ത് വാങ്ങണം, ഇങ്ക് വാങ്ങണം. ആ ഇങ്ക് നല്ല വിലയുള്ളതാണ്. സയാൻ, മജന്തോ, യെല്ലോ, ബ്ലാക്ക് എന്നുള്ള ഇങ്ക് വിലയുള്ളതാണ്. പ്രിൻ്ററിന് വില കുറവാണ്, പക്ഷേ പ്രിൻറ്റിങ് കോസ്റ്റ് കൂടുതലാണ്. ഓക്കെ, നൗ മറ്റൊന്നാണ് ലേസർ പ്രിൻ്റർ. ലേസർ ബീം ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത്. ലേസർ പ്രിൻ്റർ പ്രൊഡ്യൂസസ് ഗുഡ് ക്വാളിറ്റി ഔട്ട്പുട്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് കിട്ടും. ദ ഇമേജ് ടു ബി പ്രിൻറ്റഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ഡ്രം യൂസിങ് ലേസർ ബീം. ഇതിൻ്റെ സാങ്കേതികവിദ്യ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സാങ്കേതികവിദ്യ ഒരു ഡ്രം ഉണ്ടാവും. ഈ ഡ്രമ്മിൽ ലേസർ ബീം ഉപയോഗിച്ച് ഇതിനകത്ത് ഇതിങ്ങനെ ചാർജ് ചെയ്യും. ഇപ്പോൾ ABCD എന്ന് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ABCD എന്നുള്ള രീതിയിൽ ഇവിടെ ഇങ്ങനെ ചാർജ് ചെയ്യും. ABCD ചാർജ് ചെയ്യും. ഈ ഭാഗം ഇങ്ങനെ ABCD എന്ന് ചാർജ് ചെയ്യും. ലേസർ ബീം ഉപയോഗിച്ച് ചാർജ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഇങ്ക് പൗഡറാണ് ഉപയോഗിക്കുക, മഷിത്തുള്ളിയല്ല. ഇങ്ക് പൗഡർ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പം ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ ചാർജ് ചെയ്ത ഏരിയയിലൊക്കെ ഈ ഇങ്ക് പൗഡർ ഇങ്ങനെ പറ്റി പിടിക്കും. ഇങ്ക് പൗഡർ നമ്മൾ ചാർജ് ചെയ്ത ലേസർ ഉപയോഗിച്ച് ചാർജ് ചെയ്ത ഏരിയയിലൊക്കെ ഇങ്ക് പൗഡർ ഇങ്ങനെ പറ്റി പിടിക്കും. ഓക്കെ, ഇങ്ക് പൗഡർ ഇങ്ങനെ പറ്റി പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നല്ല ചൂടോടുകൂടി നമ്മൾ ഈ ഡ്രം ഒരു പേപ്പറിൻ്റെ മുകളിലൂടെ അമർത്തും. ഈ ഡ്രം റൊട്ടേറ്റ് ചെയ്യും, അടിയിൽ പേപ്പർ വെക്കും അല്ലേ, ഡ്രം റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മൾ താഴെ വെക്കുന്ന പേപ്പറിൽ ഈ ABCD ഇങ്ങനെ ഈ കറുത്ത നിറത്തിൽ ഇവിടെ പതിയും. ABCD ഈ ഡ്രമ്മിൽ നിന്ന് ABCD എന്ത് ചെയ്യും, ഇവിടെ പതിയും. ഈ സംഭവം ഇവിടെ പതിയും. ഓക്കെ, ഇവിടെ ഈ ഡ്രമ്മിൽ ഇങ്ങനെ പൗഡർ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്തില്ലേ, ആ അട്രാക്റ്റ് ചെയ്ത പൗഡർ എന്ത് ചെയ്യും, പേപ്പറിലേക്ക് നല്ല ചൂടോടുകൂടി പതിയിച്ചെടുക്കുന്നതാണ് നമ്മൾ കാണുന്ന ലേസർ പ്രിൻ്ററിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. ദ ഇമേജ് ടു ബി പ്രിൻറ്റഡ്, പ്രിൻ്റ് ചെയ്യുന്ന ഇമേജ് ഈസ് ട്രാൻസ്ഫർഡ് ടു എ ഡ്രം. ഒരു ഡ്രമ്മിലേക്ക് ഇമേജ് ഉണ്ടാക്കും. എങ്ങനെ? യൂസിങ് ലേസർ ബീം.
ലേസർ ബീം ഉപയോഗിച്ച് ഡ്രമ്മിൽ നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അതിപ്പോൾ അക്ഷരമാണെങ്കിൽ അക്ഷരം, ഇമേജ് ആണെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ലേസർ ബീം ഉപയോഗിച്ച് അവിടെ ചാർജ് ചെയ്യും, ചൂടാക്കും. ദ ടോണർ പൗഡർ ഫ്രം ദ ടോണർ കാറ്ററേജ് ഈസ് ദെൻ സ്പ്രേഡ് ഓൺ ദ ഡ്രം. ഡ്രമ്മിൽ എന്ത് ചെയ്യും, ഈ പൗഡർ അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ചൂടാക്കിയത്, ലേസർ ഉപയോഗിച്ച് ചൂടാക്കിയത്, ആ ഏരിയയിലൊക്കെ ഈ പൗഡർ വന്നിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലേ. ദ ടോണർ പൗഡർ സ്റ്റിക്സ് ഓൺ പോർഷൻസ്, അത് വേണമെന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ പേപ്പർ ബൈ റോളിംഗ് ദ പേപ്പർ ഓഫ് ദ ഡ്രം. ആ ഡ്രമ്മിനകത്തുള്ള ആ ഇമേജ് നമ്മൾ പിന്നെ ഉള്ള ആ പൗഡറില്ലേ, ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പൗഡർ പേപ്പറിലേക്ക് പതിയിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഇറ്റ് യൂസസ് എ ഡ്രം. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഡ്രം ഈസ് ചാർജ്ഡ് യൂസിങ് ലേസർ ബീം. ചെയ്യും ടോണർ പൗഡർ attracts to the charged area. ചാർജ്ഡ് ഏരിയയിലേക്ക് ടോണർ പൗഡർ അട്രാക്റ്റ് ചെയ്യും. എന്നിട്ടോ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ദ പേപ്പർ. അത് അവസാനം എന്ത് ചെയ്യും, പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു ഡ്രം ഉണ്ടാവും അല്ലേ, നമ്മൾ പറഞ്ഞു ഡ്രം ഉണ്ടാവും. ഡ്രമ്മിൽ എന്ത് ചെയ്യും, പിന്നെ ലേസർ ബീം ഉപയോഗിച്ച് നമ്മളിവിടെ അക്ഷരം ചാർജ് ചെയ്യും അല്ലേ. ലേസർ ബീം ഉപയോഗിച്ച് ചാർജ് ചെയ്യും. ആ ചാർജ് ചെയ്തെടുത്തേക്ക് പൗഡർ ഒട്ടിപ്പിടിക്കും. ഇങ്ക് പൗഡർ ഒട്ടിപ്പിടിക്കും. ഈ ഇങ്ക് പൗഡർ എന്ത് ചെയ്യും, ഇങ്ക് പൗഡർ അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഒരു പേപ്പറിലേക്ക് പതിയിച്ചെടുക്കും. അപ്പോൾ നമുക്കിവിടെ ABCD എന്ന് കിട്ടും. ഓക്കെ, അക്ഷരങ്ങളോ ചിത്രങ്ങളോ ഒക്കെ കിട്ടും. സോ ദിസ് ഇസ് ഹൗ ലേസർ പ്രിൻ്റർ വർക്ക് ചെയ്യുന്നത്. ലേസർ പ്രിൻ്ററിൽ ഡ്രം ഉണ്ട്, ലേസർ ബീം ഉണ്ട്, ഇങ്ക് പൗഡർ ഉണ്ട്. പിന്നെ ലേസർ ഉപയോഗിച്ച് ഡ്രം ചാർജ് ചെയ്യും, ഇങ്ക് പൗഡർ അട്രാക്റ്റ് ചെയ്യും. അതുപയോഗിച്ച് പേപ്പറിൽ പതിയിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇത്. വളരെ ക്വാളിറ്റി ഉള്ള പ്രിൻറ്റിംഗ് ആണ്. ലേസർ പ്രിൻറ്റേഴ്സ് മൾട്ടി കളറും സിംഗിൾ കളറൊക്കെ ഉണ്ട്. ഫാസ്റ്ററാണ്, വളരെ പെട്ടെന്ന് പ്രിൻ്റ് ചെയ്യും. ഒരു മിനിറ്റിൽ തന്നെ ഒന്നിലധികം പേജസ് പ്രിൻ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എക്സ്പെൻസീവാണിത്, ചിലവ് കൂടിയതാണ്. പ്രിൻറ്റിങ് ടെക്നോളജി ചിലവ് കൂടിയതാണ്. ഓക്കെ, മറ്റൊരു ടൈപ്പ് പ്രിൻറ്റിംഗ് ആണ് തെർമൽ പ്രിൻ്റർ. എന്താണ് തെർമൽ പ്രിൻ്റർ? അപ്പോൾ നമ്മൾ എന്താണ് തെർമൽ പ്രിൻ്റർ നോക്കാം. തെർമൽ പ്രിൻ്ററിനകത്തുള്ളത് ഒരു തെർമൽ പ്രിൻ്റർ പ്രൊഡ്യൂസസ് എ പ്രിൻറ്റഡ് ഇമേജ് ബൈ സെലക്റ്റീവ്ലി ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ വെൻ ഇറ്റ് പാസസ് ഓവർ തെർമൽ പ്രിൻ്റ് ഹെഡ്. ഇതിനകത്ത് തെർമൽ പ്രിൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എഴുതിക്കോ. ഇറ്റ് യൂസസ് ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ. Images are produced by selectively heating the paper. Heating the paper. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതിൻ്റെ പേപ്പർ സാധാരണ പേപ്പറല്ല. ഇതിൽ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറാണ്. അതായത് ചൂട് തട്ടി അവിടെ കറുത്ത് വരും, ചൂട് തട്ടുന്ന ഭാഗം കറുത്ത് വരും, ഹീറ്റ് സെൻസിറ്റീവാണ്. അപ്പോൾ എവിടേക്കാണോ ഹീറ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ബ്ലാക്ക് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇമേജ് അവിടെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് തെർമൽ പ്രിൻ്ററിൻ്റെ പ്രത്യേകത. നമ്മുടെ ATMലൊക്കെ കിട്ടുന്ന പേപ്പറുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ ചൂടുണ്ടാവും അല്ലേ. അതിലൊക്കെ പ്രിൻ്റ് ചെയ്ത് വരുന്നത് ഈ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറാണ്. ATM എന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഷീറ്റ്. അപ്പോൾ അത് ചൂടാക്കിയിട്ട് ആ ഷീറ്റ് ചൂടാക്കുന്ന ഭാഗത്ത് കറുത്ത് വരും. ഇപ്പോൾ ഒരു എന്ന് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എ എന്നുള്ള ഷേപ്പിൽ അവിടെ ചൂടാക്കിയാൽ അവിടെ A വരും. 1
2 അല്ലെങ്കിൽ 3 പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ അവിടെ ആ പേപ്പർ ചൂടാക്കിയാൽ മതി. നമ്മളെ KSRTC കണ്ടക്ടർമാരുടെ കയ്യിലൊക്കെ ഉള്ള പ്രിൻ്ററൊക്കെ ഈ പിന്നെ തെർമൽ പ്രിൻ്ററാണ്. ഇത് പോർട്ടബിൾ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പോർട്ടബിൾ ആണ്. ഓക്കെ, അത്ര എഴുതിയാൽ മതി. തെർമൽ പ്രിൻറ്റേഴ്സ് ആർ ക്വൈറ്റ് ഫാസ്റ്റ്, ശാന്തമാണ്, ഭയങ്കര സ്പീഡാണ്. സ്മോളർ ആൻഡ് ലൈറ്റർ, കൺസ്യൂം ലെസ് പവർ, കുറച്ച് കറണ്ട് മതി. പോർട്ടബിൾ പ്രിൻറ്റേഴ്സാണ്, കൊണ്ടു നടക്കാൻ പറ്റും. തെർമൽ പ്രിൻറ്റേഴ്സ് ആർ പോപ്പുലർ പ്രിൻറ്റേഴ്സ് അറ്റ് പോയിൻ്റ് ഓഫ് സെയിൽ ടെർമിനൽസ്, ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രിൻ്റർ കൂടിയാണ്. നമ്മുടെ പിന്നെ കണ്ടക്ടേഴ്സൊക്കെ ടിക്കറ്റ് പ്രിൻ്റ് ചെയ്യാൻ, അതുപോലെ നമ്മൾ ATMലൊക്കെയുള്ള പ്രിൻ്റർ. ഓക്കെ, ഇനി ഈ പ്രിൻ്ററുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഇവിടെയുണ്ട്. കണ്ടോ, ഓരോ ഫീച്ചറും ലേസർ പ്രിൻ്റർ, ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, തെർമൽ പ്രിൻ്റർ, ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകത, ഇതിൻ്റെ ഫീച്ചർ പ്രിൻറ്റിങ് മെറ്റീരിയൽ ഏതാ യൂസ് ചെയ്തത്. ഇവിടെ ഇങ്ക് പൗഡറാണ് ലേസറിൽ, ഇവിടെ ഇങ്ക് ലിക്വിഡ് ഇങ്കാണ്. ഇവിടെ തെർമൽ പ്രിൻ്റർ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറാണ്, ഇങ്ക് സോക്കഡ് റിബണാണ്. സോ ഇത് നിങ്ങൾക്ക് നോക്കിയിട്ട് എഴുതിയെടുക്കാം കേട്ടോ. ഞാൻ ഒരു മിനിറ്റ് കുറച്ച് നേരം ഇവിടെ പോസ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് എഴുതിയെടുക്കാം. പല പ്രിൻ്ററുകൾ തമ്മിലൊരു കമ്പാരിസണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. എഴുതാൻ മാത്രം സമയം നമുക്ക് ഇപ്പോൾ തരാൻ പറ്റില്ല. നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഈ പോയിൻറ്റ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം എഴുതിയെടുക്കുക. ഓക്കെ, അത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലോട്ടർ എന്നുള്ളൊരു ഡിവൈസാണ്. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസാണ് പ്ലോട്ടർ. ഓക്കെ, എ പ്ലോട്ടർ ഈസ് എൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹാർഡ് കോപ്പീസ് ഓഫ് ഗ്രാഫ്സ് ആൻഡ് ഡിസൈൻസ് ഓൺ എ പേപ്പർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിസൈൻ ഓഫ് കാർ, ഷിപ്പ്, എയർക്രാഫ്റ്റ്, ബിൽഡിംഗ്, ഹൈവേ എറ്റ്സെട്ര. പ്ലോട്ടേഴ്സ് ആർ 2 types. വൺ ഡ്രം പ്ലോട്ടർ, സെക്കൻഡ് വൺ ഫ്ലാറ്റ് പ്ലോട്ടർ. 2 ടൈപ്പ് പ്ലോട്ടർ. പ്ലോട്ടർ പറഞ്ഞാൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസാണ്. എഞ്ചിനീയറിംഗ് ഡിസൈൻ, ഇപ്പോൾ ഒരു കാറിൻ്റെ പുതിയ ഡിസൈൻ, ഒരു വീടിൻ്റെയൊക്കെ ഡിസൈൻ പ്രിൻ്റ് ചെയ്യാൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് പ്ലോട്ടർ. 2 ടൈപ്പ് പ്ലോട്ടർ ഉണ്ട്. ഏതൊക്കെയാണ്? വൺ ഈസ് ഡ്രം പ്ലോട്ടർ. ഏതാണ്? ഡ്രം പ്ലോട്ടർ. മറ്റൊന്നാണ് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. ഡ്രം പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കാണാം, അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഡ്രം പ്ലോട്ടർ നോക്കാം. ഡ്രം പ്ലോട്ടർ ഇതായി കാണുന്നത് ഒരു ഡ്രം പ്ലോട്ടറാണ്. കണ്ടോ, വരച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഒരു ഹെഡ് ഉണ്ടാവും. നമ്മൾ നേരത്തെ ഇത് കണ്ടോ, ഒരു ഷീറ്റിനകത്ത് ഇങ്ങനെ ഹെഡ് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ ഒരു ഡ്രം ഉണ്ടാവും. ഡ്രമ്മിന് ചുറ്റും പേപ്പർ വെച്ചിരിക്കുകയാണ്. ഹെഡ് അങ്ങോട്ടും പിന്നെ സൈഡ് വൈസ് മൂവ് ചെയ്യുമ്പോൾ ഡ്രം എന്ത് ചെയ്യും? താഴോട്ടും മുകളിലോട്ടും മൂവ് ചെയ്യും. ഡ്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഡ്രം റൊട്ടേറ്റ് ചെയ്യും. ഹെഡ്, പ്രിൻ്റ് ചെയ്യണ ഹെഡ്, ഈ മൂവ് ചെയ്യണ സംഭവമാണ് പ്രിൻ്റ് ഹെഡ്. അത് സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്യും. ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന ഇതിനാണ് ഡ്രം പ്ലോട്ടർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഡ്രം പ്ലോട്ടർ. ഓക്കെ, സോ വാട്ട്സ് ഡ്രം പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം നമുക്ക്. എ ഡ്രം പ്ലോട്ടർ ഈസ് ആൾസോ നോൺ ആസ് റോളർ പ്ലോട്ടർ. അതിനെ റോളർ പ്ലോട്ടർ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡ്രം. അതിലൊരു ഡ്രം ഉണ്ട്, ഒരു റോളർ, ഓൺ വിച്ച് പേപ്പർ ഈസ് പ്ലേസ്ഡ്. അതിൻ്റെ മുകളിലൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. ആൻഡ് ദ ഡ്രം റൊട്ടേറ്റ്സ് ബാക്ക് ആൻഡ് ഫോർത്ത്. ഡ്രം താഴോട്ടും മുകളിലേക്ക് മൂവ് ചെയ്യും ടു പ്രൊഡ്യൂസ് ദ ഗ്രാഫ് ഓൺ ദ പേപ്പർ. ഓക്കെ, ഡ്രം താഴോട്ടും മുകളിലേക്കും മൂവ് ചെയ്യും. ഇറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് എ ഡ്രോയിങ് ആം. അതിൻ്റെ ഒരു ഡ്രോയിങ് ആം ഉണ്ട്. അതാണ് നേരത്തെ നമ്മൾ ആ മൂവ് ചെയ്യണ കാണാം. ഇനിയാണ് ഡ്രോയിങ് ആം എന്ന് പറയുന്നത്. വരക്കുന്ന കൈ, ആം എന്ന് പറഞ്ഞ കൈ. അപ്പോൾ അതിന് ഡ്രോയിങ് ആം ഉണ്ട്. ദാറ്റ് ഹോൾഡ്സ് എ സെറ്റ് ഓഫ് കളേർഡ് ഇങ്ക്, പെൻസ് ഓർ പെൻസിൽ. ആ ഡ്രോയിങ് ആമിൽ കുറേ പെൻസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പേന ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ദ ഡ്രോയിങ് ആം മൂവ്സ് സൈഡ് ടു സൈഡ് ആസ് പേപ്പർ റോൾഡ് ബാക്ക് ആൻഡ് ഫോർത്ത്. ഈ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡ്രോയിങ് ആം സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും, ഡ്രം താഴോട്ടും മുകളിലേക്കും മൂവ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാഫ് വരയ്ക്കുന്നത്, ഇതിലേക്ക് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്തൊരു ഡ്രം ഉണ്ട് അല്ലേ? ഡ്രം ഉണ്ട്, ഒരു ഡ്രോയിങ് ആം ഉണ്ട്. എന്താണ്? ഡ്രോയിങ് ആം ഉണ്ട്. ഡ്രോയിങ് ആമിനകത്ത് പെന്നോ പെൻസിലോ ഉണ്ടായിരിക്കും അല്ലേ?
അതായത് ഡ്രോയിങ് ആം മൂവ് ചെയ്യും, ഡ്രമ്മ് മൂവ് ചെയ്യും, എന്നിട്ട് ഡ്രമ്മിന് മുകളിൽ വെച്ചിരിക്കുന്ന പേപ്പറിൽ ഈ ചിത്രം ഇങ്ങനെ വരച്ചെടുക്കും, ഡയഗ്രാം വരച്ചെടുക്കും. ആ ഡയഗ്രാം എന്താവാം? ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ആവാം, ഒരു എൻജിനീയറിങ്, ഒരു വിമാനത്തിൻ്റെ ഡിസൈൻ ആവാം, ഒരു കാറിൻ്റെ ഡിസൈൻ ആവാം, വാട്ട് എവർ ഡ്രോയിങ്, എന്ത് ഡ്രോയിങ്ങും നമുക്കങ്ങനെ വരച്ചെടുക്കാം. ഡ്രം പ്ലോട്ടർ ഉണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ഡ്രം എന്ന് പറഞ്ഞുള്ള കൺസെപ്റ്റ് ഇവിടെ ഇല്ല, ഡ്രം ഇല്ല. നേരെ മറിച്ച് ഫ്ലാറ്റായിട്ട് ഇതുപോലെ കണ്ടോ, ഫ്ലാറ്റായിട്ടുള്ള ഏരിയയിൽ പേപ്പർ വെക്കും, ഈ ഡ്രോയിങ് ആകുമ്പോൾ അതിനകത്ത് വരക്കും. അതിൻ്റെ ഒരു വീഡിയോയും കൂടെ നമുക്ക് കാണാം. ഇത് കാണാം, ഇങ്ങനെ വേണമെങ്കിൽ കുറച്ചുകൂടി ഇവിടെ നിന്ന് തുടങ്ങാം. കണ്ടോ, ഫ്ലാറ്റായിട്ടുള്ള സർഫേസിൽ ഇതാണ് ഡ്രോയിങ് ആമെന്ന് പറഞ്ഞത്. ഈ മൂവ് ചെയ്യുന്ന സംഭവമാണ് ഡ്രോയിങ് ആം. ഇത് ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻസൊക്കെ വരച്ചെടുക്കാം. ഇതാണ് ഫ്ലാറ്റ് ബെഡ് ഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, നൗ എ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ഈസ് ഓൾസോ നോൺ ആസ് ടേബിൾ പ്ലോട്ടർ. ഇതിന് ഇത് വിളിക്കുന്നുണ്ട്, ടേബിൾ പ്ലോട്ടർ എന്ന് വിളിക്കുന്നു. ഇറ്റ് പ്ലോട്ട്സ് ഓൺ എ പേപ്പർ ദാറ്റ് ഈസ് സ്പ്രെഡ് ഓർ ഫിക്സഡ്. അത് സ്പ്രെഡ് ഫിക്സ് ചെയ്ത ഒരു പേപ്പറിൽ ഓവർ എ റെക്റ്റാങ്കുലർ ഫ്ലാറ്റ് ബെഡ് ടേബിൾ. ഒരു റെക്റ്റാങ്കുലർ ഫ്ലാറ്റ് ബെഡ് ടേബിൾ വെച്ചിരിക്കുന്ന പേപ്പറിൽ ഇത് ഡ്രോ ചെയ്തെടുക്കും. എ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ഈസ് ഓൾസോ നോൺ ആസ് ടേബിൾ പ്ലോട്ടർ. ഇറ്റ് പ്ലോട്ട്സ് ഓൺ എ പേപ്പർ, ഒരു പേപ്പറിൽ പ്ലോട്ട് ചെയ്യും, ദാറ്റ് ഈസ് സ്പ്രെഡ് ഓർ ഫിക്സ്ഡ് ഓവർ എ റെക്റ്റാങ്കുലർ ടേബിൾ. ഒരു ടേബിളിൽ വെച്ചിരിക്കുന്ന പേപ്പറിൽ അത് വരച്ചെടുക്കും. പിന്നെ അതിൻ്റെ പ്രത്യേകത, ദ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ യൂസസ് ടു ഡ്രോയിങ് ആം ഉപയോഗിക്കുന്നുണ്ട്. ഈച്ച് ഓഫ് വിച്ച് ഹോൾഡ്സ് എ സെറ്റ് ഓഫ് കളേർഡ് പെൻ ഓർ പെൻസിൽ. അതിനൊരു ഡ്രോയിങ് ആം ഉണ്ടായാലും പെന്നോ പെൻസിലോ ഉണ്ടായിരിക്കും. ഡ്രോയിങ് ആം മൂവ് ഓവർ ദ സ്റ്റേഷനറി പേപ്പർ ആൻഡ് ഡ്രോ ദ ഗ്രാഫ് ഓൺ ദ പേപ്പർ. പേപ്പർ അവിടെ സ്റ്റേഷനറിയാണ്, പേപ്പർ അനങ്ങുന്നില്ല, അനങ്ങാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ സ്റ്റേഷനറി എന്ന് പറയുന്നത്. പക്ഷേ ഈ പേന മാത്രം മൂവ് ചെയ്തിട്ടാണ് ഇമേജസ് വരക്കുന്നത്. ഓക്കെ, നൗ മറ്റൊരു ടൈപ്പ് പ്രിൻ്ററാണ് 3D പ്രിൻ്റർ. എന്താണ് 3D പ്രിൻ്റർ? നമുക്ക് 3D ഒബ്ജക്ട്സ് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിൻ്ററാണ് 3D പ്രിൻ്റർ. 3D പ്രിൻ്റർ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസിങ് സെയിം പ്രിൻ്റർ. വ്യത്യസ്ത മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യാൻ സഹായിക്കും. 3D പ്രിൻ്റർ ക്യാൻ, ഇങ്ങനെ എഴുതിക്കോട്ടോ, ഇത് ഈ ലൈന് വേണം, ഇത് എഴുതിക്കുക. 3D പ്രിൻ്റർ ക്യാൻ print anything from ceramic cups to plastic toys, metal machine parts, stone wire vases, fancy chocolate cakes. ഇതൊക്കെ പ്രിൻ്റ് ചെയ്യുക. വലിയ വലിയ വീടുകളൊക്കെ, ഒറിജിനൽ മനുഷ്യർക്ക് താമസിക്കാനുള്ള വീടുകൾ വരെ 3D പ്രിൻ്റർ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യും. ടോയ്സ് പ്രിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 3D ഒബ്ജക്ട്സ് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിൻ്ററാണ് 3D പ്രിൻ്റർ. 3D പ്രിൻ്റർ ഈസ് ന്യൂ ജനറേഷൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ്ഡ് ടു പ്രിൻ്റ് 3D ഒബ്ജക്ട്സ്. 3D ഒബ്ജക്ട്സ്. 3D ഒബ്ജക്റ്റ് പ്രിൻ്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? 3D പ്രിൻ്റർ ഉപയോഗിക്കും. നമ്മൾ ഇതിൻ്റെ ഒരു ഇമേജ് കൂടെ കാണാം, അല്ലെ ഒരു വീഡിയോയും കൂടെ കാണാം. എന്താണ് 3D പ്രിൻ്റർ? ഇറ്റ്സ് എ ന്യൂ ജനറേഷൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ്ഡ് ടു പ്രിൻ്റ് 3D ഒബ്ജക്ട്സ്. 3D പ്രിൻ്റർ ക്യാൻ പ്രിൻ്റ് എനിത്തിങ് ഫ്രം സെറാമിക് കപ്സ്, പ്ലാസ്റ്റിക് ടോയ്സ്, മെറ്റൽ മെഷീൻ പാർട്സ് എറ്റ്സെട്ര എന്ന് എഴുതിയാൽ മതി. ഇനി ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്കിതിൻ്റെ പിന്നെ ഇത് അവസാനിപ്പിക്കാം. നോക്കണം 3D പ്രിൻ്റർ പ്രിൻ്റ് ചെയ്യുന്നതാണ്. ആ മുകളിൽ നിന്ന് വരുന്ന ആ റിബൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നൂല്, ആ നൂലൊരു മെറ്റീരിയലിൻ്റെ നൂല്, പ്ലാസ്റ്റിക് പോലെയുള്ള അല്ലെങ്കിൽ സെറാമിക് മെറ്റീരിയലായിരിക്കും. അപ്പോൾ ആ മെറ്റീരിയൽ ഉപയോഗിച്ച് കണ്ട് 3D ഒബ്ജക്ട്സ് ഇങ്ങനെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പ്രിൻറ്റിങ് ഫാസ്റ്റാക്കി, സാവധാനത്തിലെ പ്രിൻ്റ് ചെയ്യുള്ളൂ. ഇത് വീഡിയോ ഫാസ്റ്റാക്കിയതാണ്. ഒരു കപ്പ് പ്രിൻ്റ് ചെയ്തെടുത്തു വളരെ പെട്ടെന്ന്. So this is what 3D. The print quality is very good. The motor turned out. അവസാനിപ്പിക്കാം. സോ നമ്മൾ പിന്നെ ഔട്ട്പുട്ട് ഡിവൈസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലേ, ഓഡിയോ നമ്മളുടെ സ്പീക്കർ എന്നറിയുന്നത് ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ്. ദ ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഈസ് എബിലിറ്റി ഓഫ് എ കമ്പ്യൂട്ടർ ടു പ്രൊഡ്യൂസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുക. സ്പീക്കേഴ്സ് ആർ ദ ഔട്ട്പുട്ട് ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസ് സൗണ്ട് അല്ലേ. സ്പീക്കറാണ് പിന്നെ ഇതിന് ഉപയോഗിക്കുന്നത്. അധികം നമ്മൾ പഠിക്കണമൊന്നുമില്ല. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ത്രൂ ഓഡിയോ പോർട്ട്. ഓഡിയോ പോർട്ട് ഉപയോഗിച്ചിട്ടാണ് സ്പീക്കർ, ഓഡിയോ പോർട്ട് ഉപയോഗിച്ചിട്ടാണ് സ്പീക്കർ കമ്പ്യൂട്ടറിലേക്ക് കണക്റ്റ് ചെയ്യുക.
എങ്ങനെയാണ് സ്പീക്കർ സൗണ്ട് ഉണ്ടാക്കുന്നത്? അതിൻ്റെ ഫിസിക്സ് എന്താ? ദ സ്പീക്കർ പ്രൊഡ്യൂസസ് സൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ? ബൈ മൂവ്മെൻറ്റ് ഓഫ് എ ഡയഫ്രം. അതിനകത്തൊരു ഡയഫ്രം ഉണ്ട്, സ്പീക്കറിനകത്തൊരു ഡയഫ്രം ഉണ്ട് ഇൻ ദ സ്പീക്കർ. അതെന്ത് ചെയ്യും? മൂവ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്, താഴോട്ട് മുകളിലേക്ക് മൂവ് ചെയ്യും. അതിനനുസരിച്ച് അക്കോർഡിംഗ് ടു ഇലക്ട്രിക് സിഗ്നൽ. നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഇലക്ട്രിക് സിഗ്നലായിട്ടാണല്ലോ പിന്നെ ഈ സ്പീക്കറിൽ എത്തുക. ആ ഇലക്ട്രിക് സിഗ്നലിനനുസരിച്ച് ഈ ഡയഫ്രം താഴോട്ട് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഡയഫ്രം ഉണ്ട്. ആ ഡയഫ്രം താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന എന്തിനനുസരിച്ചാണ്? നമ്മളെ കമ്പ്യൂട്ടർ വരുന്ന ഇലക്ട്രിക് സിഗ്നലിനനുസരിച്ച് താഴോട്ട് മുകളിലേക്ക് മൂവ് ചെയ്യും. ആ മൂവ്മെൻറ്റാണ് സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വി ഹാവ് കവേർഡ് ഓൾ ദ ഔട്ട്പുട്ട് ഡിവൈസസ് ടുഡേ. ഓക്കെ, അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയത് നമുക്ക് ഡ്രം പ്ലോട്ടർ അല്ലേ, അതുപോലെ 3D പ്രിൻ്ററൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വലിയ വലിയ വീടുകൾ വരെ 3D പ്രിൻ്റർ ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ ഔട്ട്പുട്ട് ഡിവൈസും HCD പ്രൊജക്ടർ, ഡിഫറെൻറ്റ് മോണിറ്ററുകൾ, പ്ലാസ്മ എല്ലാം ഡിസ്കസ് ചെയ്തു. ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്ത സെഷനിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കും. ഓക്കെ, motor turned out very well. Okay, thank you for listening. Have a nice day. Thank you.